ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം, ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വിശ്വാസികളാണ്. കുറച്ച് ശതമാനം മാത്രമാണ് അവിശ്വാസികളായിട്ടുള്ളത്. ഈ വിശ്വാസികൾ എന്ന് പറയുന്ന സമൂഹം ചെയ്യുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ പ്രവൃത്തിയെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥന. എല്ലാ വിശ്വാസികളും എല്ലാ മതവിഭാഗങ്ങളും അവരവരുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ പല മതവിഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഹിന്ദു ഉണ്ട്, മുസ്ലിംകാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവർ ഓരോരുത്തരും അവരവരുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഞാൻ പറഞ്ഞല്ലോ, പല മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംകാരുണ്ട്. ആ സമൂഹം ഇങ്ങനെ ഓരോ പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നു. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർ ഓരോരുത്തരും റോഡിലൂടെ വരിവരിയായിട്ട് പ്രാർത്ഥനക്കായി പോകുന്ന ഒരു കാഴ്ച കാണാം. ഞാനിപ്പോൾ താമസിക്കുന്ന പ്രദേശത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ തൊട്ടടുത്തായിട്ട് ഒരു അമ്പലമുണ്ട്, ഒരു പള്ളിയുണ്ട്. രാവിലെ ഈ റോഡിലൂടെ രണ്ട് മതവിഭാഗക്കാരും പ്രാർത്ഥനയ്ക്കായിട്ട് വരിവരിയായിട്ട് ഒരുമിച്ച് പോകുന്നത് കാണാം. ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവരങ്ങോട്ട് പോകുന്നു, മറ്റൊരു പള്ളിയിലേക്ക് പോകുന്നു. ഇതൊരു നല്ല സന്ദേശമാണ്. നമ്മുടെ രാജ്യത്ത് മതത്തിന് സൗഹാർദ്ദം നൽകിക്കൊണ്ട് എല്ലാ മതവിഭാഗക്കാരും ഒത്തൊരുമിച്ച് ഒരേപോലെ സൗഹൃദമായി മുന്നോട്ട് പോകുന്നതെന്നത് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ആനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഓരോ മനുഷ്യരും, ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, വേദനകൾ, ആശകൾ എല്ലാം അവിടെ സമർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും, എന്താണ് ഒരു പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്ന നേട്ടം? ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? പ്രത്യക്ഷത്തിൽ നമുക്കതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാകുന്നുണ്ടോ? നാളെ നമുക്ക്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾ നമുക്കൊരു വീട് വേണം എന്ന് പറഞ്ഞാൽ ലഭിക്കുമോ? ഇല്ല. കുറച്ച് പണം വേണമെന്ന് പറഞ്ഞാൽ ലഭിക്കുമോ? ഇല്ല. പിന്നെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവായ ഒരു എനർജി, ഒരു പവർ നമുക്ക് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു. ദുർബലമായി കിടക്കുന്ന, നിരാശപ്പെട്ട് കിടക്കുന്ന, താഴ്ന്നു കിടക്കുന്ന ഒരു മനസ്സിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട്, ഉണർവ് നൽകിക്കൊണ്ട്, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാൻ സജ്ജരാക്കിക്കൊണ്ട് നമ്മളെ മനസ്സ് ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത്. മനസ്സ് തളർന്നു കിടക്കുന്നവൻ, നിരാശയിലാണ്ട് കിടക്കുന്നവരെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരെ ഉന്നതിയിലേക്ക് നയിക്കാൻ ഈ പ്രാർത്ഥന കൊണ്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു വീട് വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മൾ പ്രാർത്ഥനകളുടെ ഫലമായി ഉണ്ടാകുന്ന മാനസിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനത്തിലേർപ്പെട്ടാൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങളും നേടാനായിട്ട് കഴിയും. നമ്മളൊരു ബിസിനസ്സിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടാനും അതിന് ഫണ്ട് ശേഖരിക്കാനും അതിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മാനസികമായിട്ട് ഉന്മേഷം നൽകിക്കൊണ്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനെ വിജയിപ്പിക്കുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാകുകയും നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്
ഓരോ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾക്ക് സന്തോഷപ്രദമായിട്ടൊരു ജീവിതം ഉണ്ടാകുന്നു. നമ്മളെ കയ്യിൽ പണം വരുന്നു, വീട് വാങ്ങുന്നു, സമ്പാദ്യം ഉണ്ടാകുന്നു. അതൊക്കെ ഈ മാനസികമായ ധൈര്യത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു. ഓരോ ബിസിനസ്സുകാരന്മാരും അമ്പലങ്ങളിലും പള്ളികളിലും വഴിപാടനത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നതായി നമ്മൾ കാണാറുണ്ട്. അതൊക്കെ അവർ ലഭിച്ച ബിസിനസ്സിൻ്റെ ലാഭം ഒരു പങ്ക് ഈ ദേവാലയങ്ങളിലേക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ജോലി വേണം. IAS ഉദ്യോഗസ്ഥൻ, IAS തൊട്ട് താഴത്തേക്കുള്ള ജോലി വേണം, അല്ലെങ്കിൽ PSCയിൽ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് വേണ്ടി നമ്മളെ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട്, മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് നമ്മൾ കഠിനമായി അധ്വാനിക്കുകയും അതിൻ്റെ ഫലമായി നമ്മൾ ഉന്നതിയിലെത്തിക്കുകയും നമ്മൾ ആഗ്രഹിച്ച ജോലി നേടുകയും നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ, മനസ്സിനെ പവർ നൽകുന്ന, നമുക്കൊരു മാനസികമായ ശക്തി നൽകുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണെങ്കിൽ, നമുക്ക് ജീവിത ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അമ്പലങ്ങളിലോ പള്ളികളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തികളിലും ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യം സാധ്യമാക്കുക ഈ പ്രാർത്ഥനയിലൂടെ. ഇതാണ് പ്രാർത്ഥനയുടെ ഒരു ഫലം എന്നതും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരും വിശ്വാസികളാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനാസജ്ജരായി മൈൻഡ് സെറ്റ് ശരിയാക്കി നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നിങ്ങൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.